നമസ്കാരം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറായത് പരാജയ ഭീതി മൂലമാണെന്ന് കുമ്മനം രാജശേഖരൻ. ഉത്തരേന്ത്യയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തുടച്ചു നീക്കപ്പെടുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ടാണ് BJPയുമായി നേർക്കുനേർ പോരാടുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കി വയനാട് തെരഞ്ഞെടുത്തത്. അമേഠിയിൽ ചുവട് പിഴയ്ക്കുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് സുരക്ഷിത മണ്ഡലം തേടി കേരളത്തിലെത്തിയത്. CPM പ്രവർത്തകരുടെ ഉറപ്പ് കിട്ടിയത് കൊണ്ടാണ് രാഹുൽ കേരളം തെരഞ്ഞെടുത്തത്. രാഹുൽ എത്തിയതോടെ കേരളത്തിലെ CPM സ്ഥാനാർത്ഥിയുമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഇടത് പ്രവർത്തകർക്ക് അവസരം കൈവന്നിരിക്കുകയാണ്. സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കാൻ എത്തിയ സ്ഥിതിക്ക് ഇടത് മുന്നണി സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് ഉറപ്പായതിനു പിന്നാലെയാണ് പ്രതികരണവുമായി കുമ്മനം രാജശേഖരൻ രംഗത്തെത്തിയത്. സിദ്ദിഖിനെ മത്സരിപ്പിക്കുമെന്നായിരുന്നു ആദ്യത്തെ തീരുമാനം. സിദ്ദിഖ് പ്രചാരണവും തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് പുതിയ നീക്കവുമായി കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. രാഹുലിന് വേണ്ടി മത്സരരംഗത്ത് നിന്ന് മാറാൻ തയ്യാറാണെന്ന് സിദ്ദിഖും വ്യക്തമാക്കിയിട്ടുണ്ട്. UPയിലെ അമേഠിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട്. ഇവിടെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് രാഹുലിന്റെ എതിരാളി. ഈ സാഹചര്യത്തിലാണ് രാഹുൽ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിത മണ്ഡലമായ വയനാട് മത്സരിക്കാൻ എത്തുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും കോൺഗ്രസ് വക്താവ് രഞ്ജിത് സിംഗ് സുർജേവാല ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കേരളത്തിലെ പാർട്ടി ഘടകം ഇക്കാര്യം ആവശ്യപ്പെട്ടുവെന്നും ഇതിന് കോൺഗ്രസ് അധ്യക്ഷൻ KPCCയോട് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട്ടിൽ മത്സരിക്കണമെന്ന ആവശ്യം തള്ളിക്കളയുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഇത്തരത്തിൽ വാദം വന്നപ്പോൾ രാഹുൽ അമേഠിയിൽ മാത്രമേ മത്സരിക്കൂ എന്നാണ് പാർട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇക്കാര്യം കോൺഗ്രസ് അധ്യക്ഷന്റെ സജീവ പരിഗണനയിലാണെന്നും രാഹുൽ മത്സരിച്ചേക്കുമെന്നും സാധ്യത നിലനിർത്തിക്കൊണ്ടാണ് ഉച്ചയോടെ AICC വക്താവ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസിന് വലിയ ഉണർവുണ്ടാകുമെന്നാണ് നേതൃത്വം കരുതുന്നത്. മറ്റുള്ള മണ്ഡലങ്ങളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകും. നേരത്തെ കർണാടകയിലോ കേരളത്തിലോ സുരക്ഷിത മണ്ഡലത്തിൽ അമേഠിക്ക് പുറമെ രാഹുൽ മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കർണാടകയിൽ മത്സരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും അനുയോജ്യം വയനാട് എന്നാണ് രാഹുലിന് ലഭിച്ച ഉപദേശം. പ്രമുഖർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നതിന്റെ ദൗർബല്യം മാറ്റാൻ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയുമെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നുണ്ട്. അമേഠിയിൽ ഇത്തവണ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെയാണ് രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. വലിയ ഭീഷണിയാണ് രാഹുൽ അമേഠിയിൽ നേരിടുന്നത്. അമേഠിയിൽ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രഖ്യാപിച്ചിരുന്നു. കണക്കുകൾ സഹിതം മണ്ഡലത്തിൽ രാഹുലിനേക്കാൾ കൂടുതൽ വികസനം കൊണ്ടുവന്നത് സ്മൃതി ഇറാനിയാണെന്ന പ്രചാരണമാണ് BJP നടത്തുന്നത്. നേരത്തെ ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും കർണാടകത്തിൽ നിന്നും ജനവിധി തേടിയിട്ടുണ്ട്. സമാനമായി രാഹുൽ കേരളത്തിലേക്ക് എത്തണമെന്നാണ് MLAമാരുടെയും ആവശ്യം. VT ബൽറാം MLA ആണ് ഇക്കാര്യം മുന്നോട്ട് വെച്ചത്. പിന്നാലെ KM ഷാജിയും പിന്തുണയുമായി എത്തി. ഇതോടെ രാഹുൽ ഗാന്ധിക്കായി ആവശ്യം ഉയരുകയായിരുന്നു. വയനാട് സീറ്റിനെ ചൊല്ലി തർക്കം നിലനിന്നപ്പോൾ പരിഹാരത്തിനായി പല ഫോർമുലകളും ഉയർന്നു വന്നിരുന്നു. വിട്ടുകൊടുക്കാൻ ഇരു ഗ്രൂപ്പുകളും തയ്യാറാകാതിരുന്നതോടെയാണ് നേതൃത്വം കുഴങ്ങിയത്. ഇതിനിടയിലാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിച്ചുകൂടെ എന്ന ചോദ്യം രമേശ് ചെന്നിത്തല ചോദിച്ചത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സാന്നിധ്യത്തിലായിരുന്നു രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധിയോട് വയനാട്ടിലെ മത്സരത്തെക്കുറിച്ച് ആരാഞ്ഞത്. നേരത്തെ തന്നെ കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഈ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിൽ UDFന് അത് കൂടുതൽ ഗുണം ചെയ്യും. മാത്രവുമല്ല കർണാടകയിലും തമിഴ്നാട്ടിലും അതിന്റെ ആവേശതരംഗം പ്രതിഫലിക്കുമെന്നും നേതാക്കൾ തമാശ രൂപേണ പറഞ്ഞിരുന്നു. അമേഠിക്ക് പുറമെ കർണാടകയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക PCC അധ്യക്ഷൻ ദിനേശ് ഗുണ്ടുറാവു നേരത്തെ കത്തയച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രകടനമായിരുന്നു ദിനേശ് ഗുണ്ടുറാവുവും മുന്നോട്ട് വെച്ച കാരണം.